കൊല്ലത്തെ ജനസാഗരമാക്കിക്കൊണ്ട് SDPI വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി. കൊല്ലം രാജ്യത്തിൻ്റെ ഭരണഘടന തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢമായ ശ്രമമാണ് വഖഫ് ഭേദഗതിയിലൂടെ RSS നിയന്ത്രിത BJP ഭരണകൂടം നടത്തുന്നതെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി പറഞ്ഞു. വഖഫ് സംരക്ഷണ സാമൂഹ്യ സുരക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി SDPI കൊല്ലത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് ശേഷം പീരങ്കി മൈതാനിയിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ അസ്തിത്വമാണ് തകർക്കപ്പെടുന്നതെന്ന്, വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കാര്യത്തിൽ കരുതിവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരായ ദളിത് സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള, ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ അങ്ങേയറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന മതം, ഈ രാജ്യത്തെ ഏത് പൗരനും അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അത് പ്രബോധനം നടത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ, ആ പ്രിവിലേജ് ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിനിമ ആർട്ടിസ്റ്റുകൾ ചരിത്രം എഴുതുന്നുണ്ട്. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തണം. ഇന്ന് മാർക്കില്ലാത്തവർക്ക് കടന്നുകൂടാനുള്ള ഒരു സബ്ജക്റ്റായി ചരിത്രം അധിപതിച്ചിരിക്കുന്നു, ഹിസ്റ്ററി. അത് മാറണം. ഇന്ത്യയുടെ യഥാർത്ഥമായ ചരിത്രം കണ്ടെത്തിയാൽ, അത് പഠിപ്പിച്ചാൽ, അത് പഠിച്ചാൽ ഇന്ന് കാണുന്ന ഈ അലോസരങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഇവിടെ മുസ്ലിം സമുദായം ഈ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത്? എന്തിനാണ് ഇവിടെ ഈ സമ്മേളനം കൂടിയത്? ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിങ്ങൾക്ക് വലിയ കനത്ത ഭയമുണ്ട്, ആശങ്കയുണ്ട്. 1528 അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു ബാബരി ചക്രവർത്തി. ആർക്കും തർക്കമില്ല. അന്നുമുണ്ട് ശ്രീരാമൻ്റെ അനുയായികൾ, ശ്രീരാമദേവൻ്റെ അനുയായികൾ അന്നുമുണ്ട്, UP-യിലുണ്ട്. പക്ഷെ ആർക്കും തർക്കമില്ല. കാരണം അന്നത്തെ ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യമറിയാം. അതുകൊണ്ട്